ഈ ജെൻസിയല്ലേ പാർട്ടികൾ അവർ ഈ കാര്യങ്ങളെല്ലാം ഫലിത രൂപത്തിൽ അതായത് ഈ റീലുകൾ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. വിചിത്രമാകുന്ന ഒത്തിരി രസകരമാകുന്ന ഫണ്ണിയായിട്ടുള്ള ചിരിച്ച് തല്ലുന്ന ഒത്തിരി റീലുകൾ വന്നു. അതിലൊരു റീലാണ് 3 ചെറുപ്പക്കാർ കൂടിയിട്ട് 3 കപ്പ് ചായ ഒരു ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് അവർ ഫോൺ ചെയ്യുകയാണ് ആർക്ക്, നമ്മുടെ ഈ ചൈനയിലെ ഭരണാധികാരിക്ക്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളല്ലേ ഈ പറഞ്ഞ ജന്തർ മന്ദിറിലെ പ്രൊട്ടസ്റ്റിനെ ഫണ്ട് കൊടുക്കുന്നത്, ഞങ്ങളൊരു 3 കപ്പ് ചായ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ പൈസ പെട്ടെന്ന് ഇങ്ങോട്ട് ഇട്ട് തരണം എന്ന് പറയുന്ന ഒരു റീല്. അങ്ങനെ എത്ര തമാശകൾ. എനിക്ക് തമാശയ്ക്കപ്പുറമായി ഈ ഒരു കൂട്ടത്തെക്കുറിച്ച് തോന്നിയ ചില നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാതൃകയാക്കേണ്ട ചില നല്ല കാര്യങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒത്തിരി മാലിന്യങ്ങൾ, ചപ്പുകൾ, ചവറുകൾ, പേപ്പറുകൾ, പിന്നെ ഈ യൂസ്ഡ് ബോട്ടിൽ ഇതൊക്കെ ചിതറിക്കിടക്കും. നമ്മുടെയൊക്കെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും ഒരു സമരം നടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തൊക്കെ മാലിന്യങ്ങളാണ്. നമുക്ക് പഴയൊരു സമരത്തിൻ്റെ ഓർമ്മയില്ലേ, സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും എന്ത് മാലിന്യമാണ് കുമിഞ്ഞുകൂടിയ ഒരു സമരമൊക്കെ ഓർമ്മയില്ലേ? ഇതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണമോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സംസ്കാരമുള്ള ഒരു രാജ്യത്ത് ഈ കുട്ടികൾ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ ആ മാലിന്യങ്ങൾ മുഴുവൻ അവർ തന്നെ പറക്കിയെടുത്ത് ഒരു പ്രത്യേക ഇടവേളയിൽ, അവരുടെ തന്നെ സമരത്തിൻ്റെ ഇടവേളകളിൽ അവർ ഈ മാലിന്യമെല്ലാം പറക്കിയെടുത്ത് വേസ്റ്റ് പിന്നെ കവറുകളിലാക്കി അത് കെട്ടി മാറ്റി സൂക്ഷിച്ച് മുനിസിപ്പാലിറ്റിയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളിലേക്ക് അത് കൊടുത്തയച്ചു. അതൊക്കെ ഭയങ്കര മാതൃകയാണ്. ജെൻസി കുട്ടികളെ അഭിനന്ദിച്ചേ മതിയാകുള്ളൂ. അങ്ങനെയുള്ളൊരു മാതൃകയാണ്. മറ്റൊരു മാതൃകയാണ്, ഇവരെ ലാത്തിയടിക്കാൻ വന്നപ്പോൾ അവർ കൂട്ടമായി നിന്ന് ദേശീയഗാനം ചൊല്ലി, ജനഗണമന ചൊല്ലി. അപ്പോൾ അടിക്കാൻ വന്ന പോലീസുകാരുടെ ലാത്തി നിശ്ചലമായി നിന്നു. കാരണം ജനഗണമന കേൾക്കുമ്പോൾ അറ്റൻഷനായി നിൽക്കണമെന്നുള്ളത് ആരെങ്കിലും ഏതെങ്കിലും പോലീസുകാരനെ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ സമരത്തെ നേരിട്ടത്. ജന്തർ മന്ദിറിൽ എല്ലാ മതക്കാരും വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, ബൗദ്ധമതക്കാർ വന്നിട്ടുണ്ട്, മറാഠികൾ വന്നിട്ടുണ്ട്, ബംഗാളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, അവിടെ മറ്റെല്ലാ വിചാരധാരയിലുള്ള ആളുകളും അവിടെ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദമെന്ന് പറയാം. അതെല്ലാം ജന്തർ മന്ദിറിൽ വന്നിട്ടുണ്ട്. കാരണം ജെൻസിക്ക് അങ്ങനെയുള്ള ഒരു വകഭേദമൊന്നുമില്ലാതെ ഈ കുട്ടികൾ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ് ജന്തർ മന്ദിറിൽ വന്നത്. അവിടുത്തെ വിജയം ബൗദ്ധമതക്കാരുടെ വിജയമോ, അവിടുത്തെ വിജയം ഹിന്ദുക്കളുടെ വിജയമോ, മുസ്ലിങ്ങളുടെ വിജയമോ ഒന്നുമല്ല. ഇന്ത്യക്കാരൻ്റെ വിജയമാണ് നമ്മൾ ഈ ജന്തർ മന്ദിറിൽ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, റീലുകളും പിന്നെ ഇങ്ങനെയുള്ള മീംസും ഒക്കെ ആയിട്ടുള്ള വലിയ ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇന്ന് വരെ കണ്ട രാഷ്ട്രീയ സമരങ്ങളെ പോലെയല്ല ജെൻസിയുടെ സമരമുറ എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ശരിക്കും ഇനിയും പറയാനുള്ളത്, ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ഭാവി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി നല്ലതാണ്. ജെൻസിയുടെ യുദ്ധതന്ത്രങ്ങൾ, ജെൻസിയുടെ പോരാട്ടങ്ങൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് ഈ പാഠഭേദത്തിലൂടെ പറയാനുള്ളത്.